വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആ ദിവസം. കോളിക്കുട്ടനും ഉണ്ടായിട്ട് ഇന്നേക്ക് 3 വർഷം ആവുകയാണ്. ഓർക്കാൻ പറ്റുന്നില്ല, കോളിക്കുട്ടനുണ്ടായിട്ട് അത്രയും നാളായെന്ന് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. ആരുമില്ലാതെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബർത്ത്ഡേ ആണ് കോളിക്കുട്ടനായിട്ടുള്ളത്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചത്തേക്കത്തേന് ഒരു ചെറിയ കറി ഉണ്ടാക്കുകയാണ്, മുട്ട റോസ്റ്റ് പോലെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കോളിക്കുട്ടൻ ഒരു ഐസ്ക്രീം തിന്നാൻ വന്നു. അപ്പോൾ രാവിലെ തന്നെയാണ് ഐസ്ക്രീം തിന്നുന്നത്. ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് ഫുള്ളും അവന് എല്ലാം അവൻ പറയുന്ന പോലെയാണ്. അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ എല്ലാം അരിഞ്ഞു വെച്ചായിരുന്നു, സവാളയൊക്കെ. അപ്പോൾ ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, യൂട്യൂബിലൊക്കെ നോക്കി ചെറുതായിട്ട് ഒരു ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ്. അപ്പം ഇതിലാണ് വെക്കുന്നത്. ഞാൻ ചിക്കനൊക്കെ നേരത്തെ പുരട്ടി വെച്ചായിരുന്നു. അപ്പോൾ അത് ചെറിയതായിട്ട് ഒരു ബിരിയാണി, പിന്നെ ഒരു ബീഫ് ഫ്രൈ പോലെ അത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു. കേക്ക് നേരത്തെ മേടിച്ച് വെച്ചില്ല, വേറെ ഒന്നുമല്ല, നേരത്തെ കേക്ക് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് നിക്കറെടുത്ത് അതൊക്കെ കാണിക്കുന്നുണ്ട്, നിക്കറിട്ടെന്നും പറഞ്ഞ് അത് കാണിച്ചു തരുന്നതാണ് കാണുന്നത്. അപ്പം നേരത്തെ കേക്ക് മേടിച്ച് വെച്ചില്ല, വേറെ ഒന്നുമല്ല, കേക്ക് മേടിച്ച് വെച്ചവൻ അപ്പം തന്നെ അത് മുറുക്കി പറഞ്ഞ് കരയും. അതുകൊണ്ട് നേരത്തെ കേക്ക് മേടിച്ച് വെച്ചില്ല. അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇടുന്നതിന് സന്തോഷമാണ്. അപ്പോൾ കേക്കും ചേട്ടായി വന്നിട്ട് മേടിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് വേഗം കേക്ക് മേടിക്കാൻ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ പുതിയ ഡ്രസ്സാണിത്. പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ പുതിയ ഉടുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. അപ്പം അതൊക്കെ ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡിയായി ഇരുന്നതാണ്. അങ്ങനെ എത്ര പെട്ടെന്ന് അങ്ങനെ ദിവസങ്ങൾ വന്നതെന്ന് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എത്ര പെട്ടെന്ന് കോഴിക്കോട് 3 വയസ്സായത്. പുള്ളി ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് കാണിച്ചൊക്കെ തരുന്നിട്ട് അങ്ങനെ കേക്ക് വാങ്ങാൻ വന്നപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഏതാ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അതുപോലെ ഫ്ലേവേഴ്സ്. മറ്റേതാകുമ്പോൾ ചെറിയ ഏതെങ്കിലും കേക്ക് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു ഇതെടുത്താലോ, അതിൻ്റെ പുറത്ത് കുറേ കപ്പ് കേക്കുകളും ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി അല്ലെന്ന് പറഞ്ഞപ്പോൾ നീ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ചേട്ടായി നോക്ക് പറഞ്ഞു. ഞാൻ ആ ഫോൺ മേടിച്ച് കോളിക്കുട്ടൻ അതിനിടയ്ക്ക് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു ലാസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് കോളിക്കുട്ടൻ അവിടെ വന്നാൽ പിന്നെ കേക്ക് പോപ്സ് നിർബന്ധമാണ്, അത് വേണമെന്നും പറഞ്ഞു പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവർ അത് മറ്റേ കുക്കീസ് ഒരെണ്ണം കൊണ്ടുവന്ന് തന്നു. ഇതവൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ബലൂൺ ആദ്യം ഭിത്തിയിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് തൊട്ടും ഭിത്തിയിൽ ഒട്ടുന്നില്ല. കുറേ പ്രാവശ്യം ചെയ്തു നോക്കി. എന്നാൽ പിന്നെ അതെല്ലാം വീർപ്പിച്ച് നിലത്തിടാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വീർപ്പിക്കുന്ന കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കോളിക്കുട്ടൻ വീർപ്പിച്ച് കഴിയുമ്പോൾ നിൽക്കും, അപ്പോൾ അതിൻ്റെ കാറ്റ് പോവും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് മറ്റേ ലൈറ്റ് LED ബൾബ് 3 പോലെ എഴുതി, പക്ഷെ അതൊന്നും ഒട്ടണില്ല. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഒട്ടണില്ല. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുള്ള സോങ്ങും ഇട്ടു. അപ്പോൾ ഇവിടെ പുതിയൊരു മലയാളിയായിട്ട് ഒരു കൊച്ച് വന്നിട്ടുണ്ട്, ഒരു ചെക്കൻ കൊച്ച്. അപ്പോൾ അവനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കേക്ക് വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി അതൊക്കെ തോണ്ടിയിട്ട് അത് ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 എന്നുള്ളതും പിന്നെ ചെറുതും. അപ്പം 3 വെച്ചാൽ മതിയെന്ന് ഞാൻ ചേട്ടായോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തായാലും മേടിച്ചല്ലേ, ഫുള്ള് കത്തിക്കാമെന്നും പറഞ്ഞാൽ അത് ഫുള്ളും കത്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നുണ്ട് 3ാമത്തെ ബർത്ത്ഡേക്ക് 3 വെക്കുള്ളൂ, ഒത്തിരി വെക്കൂല, എവിടെ കേൾക്കാൻ സാറില്ല, ഇനിയിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അത് ഫുള്ളും കത്തിക്കുക. കോളിക്കുട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ അത് ഫുള്ളും തോണ്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫുള്ളും എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വായിലോട്ട്. കേക്ക് കഴിക്കാൻ കുഴപ്പമില്ലാത്ത കേക്കായിരുന്നു. സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ടായി അതിൻ്റെ അകത്ത്. വലിയ കുഴപ്പമില്ലാത്ത കേക്കായിരുന്നു. എന്തോ $20 കണ്ട് കേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ കേക്കിൻ്റെ ആവശ്യമില്ല, കാരണം ഞങ്ങളും ഇത്രയും വലിയ കേക്കൊന്നും കഴിക്കുകയില്ല. അവനും കോളിക്കുട്ടൻ അപ്പത്തെ ആ ഒരു മുറിക്കാൻ കട്ട് ചെയ്യാനുള്ള ഇതേ ഉള്ളൂ, വലിയ കാര്യത്തിനൊന്നും കഴിക്കുകയില്ല. എന്നാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് മേടിച്ചു. പിന്നെ ഞങ്ങൾ അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തു കേട്ടോ കേക്ക്. അപ്പം പിന്നെ ഞാൻ ഒരു പുതിയ വെച്ച് ഒന്നും അറിയില്ല, അവൻ വന്നപ്പോഴും കേക്കാണ് കൊണ്ടുവന്നത്. ഇനി അതെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. കോളിക്കൊണ്ട് അതിൻ്റെ തുറന്ന് കൈയിട്ട് തുറന്ന് ഉള്ളിലോട്ട് കയറ്റുന്നുണ്ടായി. അവൻ ആ പുറത്തെ ഒരു എന്താ പറയുക, എന്തോ ഒരു ചിപ്സ് പോലെ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതാണ് ഈ തോണ്ടി തിന്നുന്നത്. അകത്ത സാധനമൊന്നും വലിയ കാര്യമായിട്ട് തിന്നൂല, അതിങ്ങനെ തോണ്ടി പുള്ളി കാര്യമായിട്ട് തിന്നുന്നതാണ്. അങ്ങനെ ക്യാൻഡിലെല്ലാം കത്തിച്ച് വെച്ചു. ഇനി കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോളിക്കുട്ടൻ. ഊതാൻ പറഞ്ഞപ്പോൾ ഊതുന്ന കാണാൻ നല്ല രസമുണ്ടായി. ഊതാൻ പറഞ്ഞപ്പോൾ ഊതുവാണ് പുള്ളിക്കാരൻ.